ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 kg കേക്കാണ്, ചോക്ലേറ്റ് സ്പഞ്ചാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ഒരു ഹാഫ് ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 8 ഇഞ്ചിലുള്ള ഒരു 1 kg കേക്കാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിലുള്ള കേക്കിന് ഞാനിവിടെ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഭാഗം കട്ട് ചെയ്യണം. അപ്പോൾ ഹാഫ് കേക്ക് ആവുമ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് സെൻറ്ററിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടായിരിക്കും. ഞാൻ സെൻറ്ററിലായിട്ട് ഈ ഒരു കേക്കിന് 8 ഇഞ്ച് പാനിൽ 3 എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് സെൻറ്ററിലെ ലെയറാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഹൈഡ് ചെയ്യാൻ ഇതുപോലൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഫസ്റ്റ് എൻ്റെ കേക്ക് ഓർഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു വിശേഷം ഉണ്ട് കേട്ടോ. ഞാൻ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പുതിയ വീട്ടിൽ ഫസ്റ്റത്തെ ഓർഡറാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീടിൻ്റെ എന്താ പറയുക ഫോട്ടോസും അതുപോലും ഒക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ചോക്ലേറ്റ് കേക്കാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു ലെയർ വെച്ചു. എന്നിട്ട് അതിനെ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ലെയർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു ലെയറിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണേഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫ് ബർത്ത്ഡേ കേക്ക് കുറച്ച് ഹൈറ്റ് നമുക്ക് 4 ലെയറൊക്കെ കൊടുക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഗണേഷൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഗണേഷ് കൊടുക്കാതിരിക്കുക കേട്ടോ. തിക്കായിട്ടുള്ള ഗണേഷാണെങ്കിൽ കുറച്ച് കൊടുക്കുക. ലൂസാണെന്നുണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ലിപ്പാവും. കാരണം സപ്പോർട്ട് കുറവാണല്ലോ, ഹാഫ് അല്ലേ നമ്മളെ കേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ കൊടുത്തു. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. അടുത്ത ലെയർ വെച്ചു. എന്നിട്ട് അതിനെ ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ 1 kg കേക്ക്, അപ്പോൾ ഹാഫ് ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 3 ലെയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും 1 kg കേക്ക് ആവില്ല. അപ്പോൾ 4 ലെയേഴ്സൊക്കെ കൊടുത്താലാണ് ഇപ്പോൾ ഒരു 1 kg എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ ഒരു അത്യാവശ്യം ഹൈറ്റൊക്കെ തോന്നുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ചിൽ ഉള്ള കേക്ക് ചെയ്തു. എന്നിട്ട് അതിന് 2 ലെയറായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ സെൻറ്റർ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ലെയേഴ്സ് കിട്ടും. അതല്ല 7 ഇഞ്ചിലൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ലെയറായിട്ടാവും കിട്ടുക. പിന്നെ അതിന് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ 6 ലെയേഴ്സ് കിട്ടും. 6 ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഐസിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ തന്നെ അതിങ്ങനെ ഇളകി കളിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിനെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തു. ഇതിൻ്റെ അകത്തായിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രം കോട്ടിങ് ചെയ്ത് അതിനെ ഫ്രീസറിൽ വെച്ചിട്ട് കൂളാക്കിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കഴിയുന്നതും ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കൂളാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യാനും ഫിനിഷിങ് ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു ഹാഫ് കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണമായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് വൈറ്റ് കളറും താഴെ ഭാഗത്തായിട്ട് പിങ്ക് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗം ലെവൽ ചെയ്ത് റെഡിയാക്കിയതിൻ്റെ ശേഷം താഴെ ഭാഗത്തായിട്ട് പിങ്ക് ഷെയ്ഡ് കൊടുക്കണം കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ടോപ്പ് ഭാഗം ഒന്ന് റെഡിയാക്കി കൊടുത്തു. അതിൻ്റെ ശേഷം താഴെ ഭാഗത്തായിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റൂബി പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം ബേബി പിങ്ക് ഉണ്ടെങ്കിൽ ബേബി പിങ്കും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളർ ചേർത്ത് കഴിഞ്ഞാലും ഈ സെയിം കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ റൂബിയാണ്, മാജിക് കളറിൽ റൂബി കളറാണ് ഞാനിതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിനെ ലെവൽ ചെയ്തതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് ഭാഗം ഒന്ന് ലെവൽ ചെയ്തു, താഴെ ഭാഗം അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കൂളാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പിന്നെ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് വേണം ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നത് റിസ്ക് ആണ്. അപ്പോൾ അത് മെൽറ്റായിട്ടൊക്കെ പോകും.
അപ്പോൾ ഒന്ന് സെറ്റായി. പിന്നെ ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഡെക്കറേഷൻസും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തായിട്ട് ഹാഫ് ബേർഡിൻ്റെ ആ ഒരു മാറ്ററും കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാറുകൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ബേബിനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെക്കറേഷൻ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ഡെക്കറേഷനൊക്കെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്